ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഏതൊരു പുരുഷനും തൻ്റെ ജീവിത പങ്കാളി ആകണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളുടെ സ്വഭാവം അല്ലെങ്കിൽ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സ്ത്രീ മതി എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളുണ്ട്. ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഏതൊരു പുരുഷനും തൻ്റെ ജീവിത പങ്കാളി ആകുന്ന പെൺകുട്ടിക്ക് നിർബന്ധമായിട്ടും വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. അതായത് എന്ത് കാര്യമാണെങ്കിൽ പോലും അത് ഓപ്പണായിട്ട് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു പെൺകുട്ടി. ചില പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവർ ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് എല്ലാം കൂടി ആയിട്ട് അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. അവരെ കല്യാണം കഴിക്കുന്ന ഒരു പാർട്ട്ണർ, ആ ഒരു വ്യക്തിക്കും ഒരു സമാധാനവും ഉണ്ടാവില്ല. മറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, അതിപ്പോൾ എന്തൊക്കെ പ്രശ്നമാണെങ്കിൽ പോലും, അതായത് ഇപ്പം ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അതെല്ലാം ഓപ്പണായിട്ട് തുറന്നു പറയുന്ന ഒരു പെൺകുട്ടി. എന്ത് കാര്യത്തിനും ഒരു സത്യസന്ധത, ഒരു നീതി പുലർത്തുന്ന ഒരു പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ഉള്ള ഒരു പെൺകുട്ടീനെ അവരുടെ ജീവിത പങ്കാളിയായിട്ട് കിട്ടാമെങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് എന്നും സമാധാനവും സന്തോഷവുമുള്ളതായിരിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ആത്മാർത്ഥതയും സ്നേഹവുമാണ്. ചില പെൺകുട്ടികളുണ്ട്, അവരിങ്ങനെ കല്യാണം കഴിക്കുന്നത് തന്നെ പൈസ നോക്കിയിട്ടായിരിക്കും. എല്ലാവരും അല്ല, വളരെ കുറച്ച് പെൺകുട്ടികൾ. അവർക്ക് സ്നേഹമൊന്നും ഉണ്ടാവില്ല, അവർക്ക് ആ ഒരു വ്യക്തിയുടെ പൈസ മാത്രം മതി. ഇങ്ങനെയുള്ള ഒരാളെയാണ് ഒരു പുരുഷൻ്റെ ലൈഫിലേക്ക് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒട്ടും സന്തോഷമുള്ളതായിരിക്കില്ല. അവിടെ എന്നും പ്രശ്നങ്ങളായിരിക്കും. കാരണം പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മറിച്ച് എല്ലാ കാര്യവും ആത്മാർത്ഥതയും അല്ലെങ്കിൽ സ്നേഹവും ഒക്കെ ഉള്ള ഒരു പെൺകുട്ടീനെയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് എന്നും അടിപൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, തൻ്റെ ഇഷ്ടങ്ങളെ ഒക്കെ അംഗീകരിക്കുന്ന ഒരു പെൺകുട്ടി. ചില പെൺകുട്ടികളുണ്ട്, എന്ത് പറഞ്ഞാലും നെഗറ്റീവ് മാത്രമേ അവർ പറയത്തുള്ളൂ. എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യത്തിനും ഒരു നെഗറ്റീവ് അവർ കണ്ടുപിടിച്ചിരിക്കും. ഇത്തരത്തിൽ എന്തിനും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ടൊന്നും മുമ്പോട്ട് പോകത്തില്ല. മറിച്ച് ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടി, ആ ഒരു പുരുഷൻ്റെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ ഒക്കെ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിരിക്കണം. അതായത് എന്ത് കാര്യവും ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ചെയ്യുന്ന പെൺകുട്ടി. ചില പെൺകുട്ടികളുണ്ട്, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലാതെ അവർക്ക് വേണം എന്നുള്ളൊരു തോന്നലോട് കൂടി ഒന്നും ചെയ്യത്തില്ല. ഇത്തരത്തിൽ ഉള്ള പെൺകുട്ടികളെയാണ് പുരുഷന്മാർ കല്യാണം കഴിക്കുന്നത് എങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകത്തില്ല. മറിച്ച് എന്ത് കാര്യത്തിനും കുറച്ച് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് കല്യാണം കഴിക്കുന്നത് എങ്കിൽ അവരുടെ ലൈഫ് അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പുരുഷന്മാരും നോക്കുന്നത് ഇതേപോലെ കുറച്ച് റെസ്പോൺസിബിളൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കെയർ ആണ്. അതായത് തൻ്റെ വൈഫ് അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ തന്നെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറഞ്ഞ് തനിക്ക് വേണ്ടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണം. അതേപോലെ തന്നെ തനിക്കിഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെ തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. ഇങ്ങനെ ഉള്ള ഒരു പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നീറ്റ്നെസ് ആണ്. അതായത് വൃത്തി. ചില പെൺകുട്ടികളുണ്ട്, അവർക്ക് വലിയ വൃത്തിയും എടുപ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അല്ല, വളരെ കുറച്ച് പെൺകുട്ടികൾ.
പക്ഷെ ഇത്തരത്തിലൊരു വൃത്തിയില്ലാതെ നടക്കുന്ന പെൺകുട്ടികളെ ഒരിക്കലും ഒരു പുരുഷന്മാർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പുരുഷന്മാർക്ക് അവർ സ്നേഹിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ വൈഫിന് കുറച്ച് വൃത്തിയും വെടുപ്പും ഒക്കെ വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ പോയിന്റ്. ഇനി 7ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. 7ാമതായിട്ട് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാ പുരുഷന്മാരും അവരുടെ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, മാനസികമായിട്ടുള്ളൊരു സമാധാനം. അതായത് തൻ്റെ പാർട്ട്ണർ തനിക്ക് കുറച്ച് സമാധാനം കൊടുക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അതായത് ചില പെൺകുട്ടികളുണ്ട്, എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും വഴക്കുണ്ടാക്കാൻ വേണ്ടി മാത്രം. അവർ നല്ല കാര്യങ്ങളൊന്നും പറയത്തില്ല, സ്നേഹത്തോടൊന്നും സംസാരിക്കത്തില്ല. പക്ഷെ വഴക്കുണ്ടാക്കാൻ വേണ്ടി അവർക്ക് 100 നാവായിരിക്കും. എന്തിനും ഏതിനും അവരിങ്ങനെ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കും. ഇത്തരത്തിൽ വഴക്കൊക്കെ ഉണ്ടാക്കി ആകെ സമാധാനം നശിപ്പിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരിക്കലും ഒരു പുരുഷന്മാരും അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കത്തില്ല. മറിച്ച് അവർക്ക് എല്ലാ കാര്യത്തിനും ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്തിട്ട് എല്ലാ കാര്യത്തിനും കൂടെ സപ്പോർട്ടായി നിന്ന് കുറച്ച് മനസ്സമാധാനമൊക്കെ കൊടുക്കുന്ന പെൺകുട്ടിയാണ് അവരുടെ ലൈഫിലേക്ക് വരുന്നത് എങ്കിൽ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. ഇതാണ് 7ാമത്തെ പോയിന്റ്. ഇനി 8ാമതായിട്ട് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാമായിട്ട് സംസാരിക്കുന്ന പെൺകുട്ടിയാണ്. അതായത് ചില പെൺകുട്ടികളുണ്ട്, അവർ ദേഷ്യപ്പെട്ട് മാത്രമായിരിക്കും സംസാരിക്കത്തുള്ളൂ. എല്ലാവരുമല്ല, വളരെ കുറച്ച് പെൺകുട്ടികൾ. അവർക്ക് സൗമ്യമായിട്ടൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ല. അങ്ങനെ അറിയാമെങ്കിൽ തന്നെയും അവരങ്ങനെ ചെയ്യാറില്ല. അവരുടെ കൂടെയുള്ള പാർട്ട്ണറെ മാക്സിമം ദേഷ്യം പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു പുരുഷന്മാർക്കും ഇതേപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്ന പെൺകുട്ടികളെ അത്രയ്ക്ക് ഇഷ്ടമല്ല. അവർക്ക് എപ്പോഴും ഇഷ്ടം അവരോട് ഭയങ്കര കൂളായിട്ട് കാമായിട്ട് സംസാരിക്കുന്ന, അതായത് ഒച്ചയൊക്കെ കുറച്ച് സ്നേഹത്തിൽ സംസാരിക്കുന്ന പെൺകുട്ടീനെയാണ് എല്ലാ പുരുഷന്മാർക്കും ഇഷ്ടം. ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടീനെയാണ് അവരുടെ ലൈഫിലേക്ക് വേണം എന്ന് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതാണ് നമ്മുടെ 8ാമത്തെ പോയിന്റ്. ഇനി നമ്മുടെ 9ാമത്തെ, നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് വേറെ ഒന്നുമല്ല, എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടികൾ. അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഞാനില്ല, എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്, ഇങ്ങനെ പറഞ്ഞ് മാറി നിൽക്കുന്നതിലും പുരുഷന്മാർക്ക് ഇഷ്ടം ഞാൻ ചെയ്യാം, എനിക്ക് പറ്റും, ഇങ്ങനെ കുറച്ച് തൻ്റെ അടുത്തോടു കൂടി എല്ലാ കാര്യത്തിനും ആക്റ്റീവായിട്ട് നടന്ന് ചെയ്യുന്ന പെൺകുട്ടികളെയാണ്. ഇങ്ങനെ ഉള്ള പെൺകുട്ടികൾ എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു പെൺകുട്ടിയായിരിക്കും. അവർക്ക് വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പുരുഷന്മാർ എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള പെൺകുട്ടികളെയാണ്. അപ്പോൾ ഇനി പറഞ്ഞ 9 കാര്യങ്ങളൊക്കെയാണ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അതേപോലെ തന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.